യേശുവിൻ ജനനത്തോട് ബന്ധപ്പെട്ട് ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ ഇങ്ങനെ പ്രസ്താവിച്ചു, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദനമാണ് പരിശുദ്ധാത്മാവിലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ നിന്റെ ജനത്തെ അവരുടെ പാവൽ നിന്ന് രക്ഷിപ്പാനിരിക്കേണ്ട. നീ അവന് യേശു എന്ന് പേരിടണം. യേശുവിന് മുമ്പായി വഴിയൊരുക്കേണ്ടതിന് ദൈവത്താൽ നിയമിതനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ തന്റെ അടുക്കിലേക്ക് വരുന്ന യേശുവിനെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആത്മീയ ഗ്രഹമായിരിക്കുന്ന ദൈവസഭയെ ആത്മനിയോഗത്തോടെ പണിയേണ്ടതിന് ദൈവത്താൽ നിയമിതനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് തന്റെ നിജപുത്രനായിരിക്കുന്ന തീമോഥെയോസ് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തുവാൻ ഇടയായി തീർന്നു, ക്രിസ്തു യേശു പാവങ്ങളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അതേ പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, മാതാവേ, പിതാവേ, കൂടപ്പുറപ്പേ, ഈ മധ്യാഹ്ന സമയത്ത് നിങ്ങളോട് ഞങ്ങൾ വിളിച്ചറിയിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവാണ്. പാപത്തിൽ നിന്നും മനുഷ്യവർഗത്തിന് വിടുവിക്കപ്പെടുവാൻ, രക്ഷപ്രാപിപ്പാൻ ഒരു വഴിയേ ഉള്ളൂ, ഒരു സാധ്യതയേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു.